ഞാനിപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടതിന് ശേഷം ന്യൂയോർക്ക് സിറ്റിയിലേക്കുള്ള യാത്രയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ 18-19 നൂറ്റാണ്ടുകളിലെ അമേരിക്കയിലെ കുടിയേറ്റത്തിൻ്റെ കഥ പറയുന്ന ചില സ്മാരകങ്ങളായിരുന്നു കാഴ്ചകൾ. ഇന്നത്തെ വീഡിയോയിൽ സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷമുണ്ടായ അമേരിക്കയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചില കാഴ്ചകൾ കാണാം. ഇന്ന് ന്യൂയോർക്ക് നഗരമായി മാറിയ ഈ പ്രദേശത്ത് യഥാർത്ഥത്തിൽ ലെനാപ്പ് ഉൾപ്പെടെയുള്ള തദ്ദേശീയ അമേരിക്കൻ ഗോത്രങ്ങളായിരുന്നു അധിവസിച്ചിരുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന ഇറ്റാലിയൻ പര്യവേഷകൻ 1492 അമേരിക്കയെ കണ്ടെത്തിയതായി പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും അദ്ദേഹം വടക്കേ അമേരിക്കയുടെ പ്രധാന ഭൂപ്രദേശത്ത് എത്തിയില്ല എന്നത് ചരിത്രം. 1524 ഇറ്റാലിയൻ പര്യവേഷകനായ ജിയോവാനി ഡ വെരാസാനോ ന്യൂയോർക്ക് തുറമുഖത്തേക്ക് കപ്പൽ കയറിയ ആദ്യത്തെ യൂറോപ്യനായിരുന്നു. തുടർന്ന് 1609 ഇംഗ്ലീഷ് പര്യവേഷകനായ ഹെൻറി ഹഡ്സൺ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഹഡ്സൺ നദിയിലൂടെ ഇവിടെ എത്തി. 1624 ഡച്ചുകാർ മാൻഹാറ്റന്റെ തെക്കേ അറ്റത്ത് സ്ഥാപിച്ച ന്യൂ ആംസ്റ്റർഡാം എന്ന കോളനി വ്യാപാരത്തിനുള്ള തന്ത്രപ്രധാനമായ സ്ഥാനം കാരണം അതിവേഗം വളർന്നു. 1664 ബ്രിട്ടീഷുകാർ അതിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത് അന്നത്തെ ഡ്യൂക്ക് ഓഫ് യോർക്കിന്റെ പേരിൽ ന്യൂയോർക്ക് എന്ന് പേരിട്ടു. ഒരു വാണിജ്യ കേന്ദ്രമായി വളർന്ന ന്യൂയോർക്ക് പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ 13 അമേരിക്കൻ കോളനികളിൽ ഒന്നായിരുന്നു. അമേരിക്കൻ വിപ്ലവത്തിലും അമേരിക്കയുടെ രൂപീകരണത്തിലും ഈ നഗരം ഒരു പ്രധാന പങ്ക് വഹിച്ചു. 1783 യുദ്ധം അവസാനിച്ചതിനു ശേഷം ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷന്റെ കീഴിൽ ഈ നഗരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ തലസ്ഥാനമായി 5 വർഷത്തോളം പ്രവർത്തിച്ചു. പത്തൊൻപതാം നൂറ്റാണ്ടിൽ പ്രധാനമായും യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റക്കാർ എല്ലിസ് ദ്വീപ് വഴി ന്യൂയോർക്ക് തുറമുഖത്തെത്തി പുതിയ ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയതോടെ ന്യൂയോർക്ക് നഗരം അതിവേഗം വളർന്നു. 1800കളുടെ മധ്യത്തോടെ നഗരം ഒരു വാണിജ്യ കേന്ദ്രത്തിൽ നിന്ന് വിശാലമായ ഒരു മഹാനഗരമായി പരിണമിച്ചു. ഹഡ്സൺ നദിയെ ബഫലോയിലെ ഈറി തടാകവുമായി ബന്ധിപ്പിക്കുന്ന 580 കിലോമീറ്റർ നീളമുള്ള ഈറി കനാൽ 1825 പൂർത്തീകരിച്ചത് അറ്റ്ലാന്റിക്കിലൂടെയുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിലും ന്യൂയോർക്കിന്റെ ആഗോള വാണിജ്യ ആധിപത്യം ഉറപ്പിക്കുന്നതിലും നിർണായകമായിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും നടന്ന നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ന്യൂയോർക്ക് നഗരത്തെ അതിവേഗം നിർമ്മാണം, ധനകാര്യം, വാണിജ്യം എന്നിവയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റി. 1883 ബ്രൂക്ലിൻ പാലത്തിന്റെ പൂർത്തീകരണവും 1930കളിൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ നിർമ്മാണവും പോലുള്ള പ്രധാന സംഭവവികാസങ്ങൾ നഗരത്തിന്റെ വാസ്തുവിദ്യയിലും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ഉയർത്തിക്കാട്ടി. ഈ കാലഘട്ടം സാമൂഹികവും സാംസ്കാരികവുമായ കാര്യമായ പരിവർത്തനം കൊണ്ടുവരികയും നഗരം കലകളുടെ ആഗോള കേന്ദ്രമായി ഉയരുകയും ചെയ്തു. ഇന്ന് വാൾസ്ട്രീറ്റിനും ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ആതിഥേയത്വം വഹിക്കുന്ന ഈ നഗരം ധനകാര്യത്തിൽ ഒരു പ്രധാന ശക്തിയായി തുടരുന്നതോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനമെന്ന നിലയിൽ അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റി, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മൂലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു ആഗോള നേതാവാണ് ന്യൂയോർക്ക് സിറ്റി. ലോവർ മാൻഹാറ്റനിലെ യഥാർത്ഥ വേൾഡ് ട്രേഡ് സെന്റർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്രീഡം ടവർ എന്നും അറിയപ്പെടുന്ന വൺ വേൾഡ് ട്രേഡ് സെന്റർ 2001 സെപ്റ്റംബർ 11 നടന്ന ആക്രമണത്തിൽ നഷ്ടമായ ജീവിതങ്ങളെ ആദരിക്കുന്നതിനായി നിർമ്മിച്ച ഒരു ബഹുനില കെട്ടിടമാണ്. ന്യൂയോർക്ക് നഗരത്തിന്റെ വീണ്ടെടുപ്പിനെയും ശക്തിയെയും വെളിപ്പെടുത്തുവാനും ട്വിൻ ടവേഴ്സിന്റെ നാശത്തോടുള്ള നേരിട്ടുള്ള പ്രതികരണവുമായിരുന്നു ഗോപുരത്തിന്റെ രൂപകൽപ്പന. വൺ വേൾഡ് ട്രേഡ് സെന്റർ എന്ന ആശയം 2000ന്റെ തുടക്കത്തിൽ 9/11 ആക്രമണത്തിന് ശേഷം ഉയർന്നു വന്ന ഒന്നാണ്. ഇതിനുവേണ്ടി നടത്തിയ ഒരു അന്താരാഷ്ട്ര ഡിസൈൻ മത്സരത്തിൽ വിജയിച്ച ഡേവിഡ് ചൈൽഡ്സിന്റെ ഓവിങ്സ് ആൻഡ് മെറിൽ ആർക്കിടെക്ട് ആണ് 2006 നിർമ്മാണം ആരംഭിച്ച് 2013 ഇത് പൂർത്തിയാക്കിയത്. ഉറപ്പിച്ച കോൺക്രീറ്റ് ഭിത്തികൾ, കൂറ്റൻ സ്റ്റീൽ ഫ്രെയിം, വിശാലമായ ഗോവണിപ്പാതകൾ, വിവിധ ഭീഷണികളെ ചെറുക്കാൻ ശേഷിയുള്ള ശക്തമായ അടിത്തറ എന്നിവ ഉൾപ്പെടെയുള്ള വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് കെട്ടിടത്തിന്റെ സവിശേഷത. 1776 അടി ഉയരമുള്ള വൺ വേൾഡ് ട്രേഡ് സെന്റർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടവും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 7ാമത്തെ കെട്ടിടവുമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച 1776 എന്ന വർഷത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാണ് ഈ ഉയരം ബോധപൂർവം തിരഞ്ഞെടുത്തത്. ഇതിന്റെ മിനുസമാർന്ന ടെപ്പേർഡ് ഡിസൈനും ഗ്ലാസ് എക്സ്റ്റീരിയറും ന്യൂയോർക്ക് സ്കൈലൈനിൽ ശ്രദ്ധേയമായ ഒരു നിഴൽ ചിത്രം സൃഷ്ടിക്കുന്നു. 5000-ലധികം പ്രതിഫലിക്കുന്ന പാനലുകളാൽ പൊതിഞ്ഞ ടവറിന്റെ ഗ്ലാസ് ഭിത്തികൾ പ്രകാശത്തിനനുസരിച്ച് മാറുകയും ചിലപ്പോൾ
ചിലപ്പോൾ ഏതാണ്ട് അപ്രത്യക്ഷമാവുകയും ചെയ്യും. വൺ വേൾഡ് ട്രേഡ് സെന്ററിന്റെ അടിത്തറ ലോകത്തിലെ ഏറ്റവും ശക്തവും സുരക്ഷിതവുമായ ഒന്നാണ്. 100 അടി ആഴത്തിൽ അടിയിലുള്ള പാറകളിൽ തുരന്ന് നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് തൂണുകളും സ്റ്റീൽ പൈലിങ്ങുകളും ഇതിന് അധിക സുരക്ഷ നൽകുന്നു. 104 നിലകളുള്ള ഈ കെട്ടിടത്തിന്റെ 408 അടി ഉയരമുള്ള സ്തൂപിക ആശയവിനിമയ ഉപകരണങ്ങളുടെ കേന്ദ്രമായി വർത്തിക്കുന്നു. ടവറിന്റെ അടിത്തറയിൽ റീറ്റെയിൽ, ഡൈനിങ് ഓപ്ഷനുകളുള്ള ഒരു വലിയ ഓപ്പൺ പ്ലാസ ഉൾപ്പെടുന്നു. സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ കോർപ്പറേഷനുകൾ, വാണിജ്യ ഇടങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ബിസിനസ് കേന്ദ്രങ്ങൾ ഇതിന്റെ പല നിലകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. വൺ വേൾഡ് ട്രേഡ് സെന്ററിന്റെ പ്രധാന സവിശേഷത 100ാമത്തെ നിലയിൽ സ്ഥിതി ചെയ്യുന്ന വൺ വേൾഡ് ഒബ്സർവേറ്ററിയാണ്. 2015 തുറന്ന ഒബ്സർവേറ്ററി ഹഡ്സൺ നദി, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, സെൻട്രൽ പാർക്ക് എന്നിവയുൾപ്പെടെ നഗരത്തിന്റെ വിശാലമായ കാഴ്ചകൾ നൽകുന്നു. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന എലിവേറ്ററിൽ കൂടിയുള്ള ഈ നിലയിലേക്കുള്ള യാത്ര തന്നെ ഒരു വേറിട്ട അനുഭവമാണ്. ഒബ്സർവേറ്ററിയിലെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത നമ്മുടെ തല കറങ്ങുന്ന 1000 അടി താഴെയുള്ള തെരുവുകളുടെ കാഴ്ച നൽകുന്ന ഗ്ലാസ് കൊണ്ടുള്ള ഒരു സ്കൈ പോർട്ടലാണ്. കേവലം ഒരു വാസ്തുവിദ്യാ നേട്ടം എന്നതിലുപരി വൺ വേൾഡ് ട്രേഡ് സെന്റർ അമേരിക്കൻ ജനതയുടെ സഹിഷ്ണുതയുടെ പ്രതീകമാണ്. അതിന്റെ ഐക്കണിക് ഡിസൈൻ, ഉയരം, ആഴത്തിലുള്ള പ്രതീകാത്മകത എന്നിവയാൽ ന്യൂയോർക്കുകാർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സന്ദർശകർക്കും ഇതൊരു നാഴികക്കല്ലായി മാറിയിരിക്കുന്നു. ഞാനിപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെ ലോവർ മാൻഹാറ്റനിലെ ഗ്രൗണ്ട് സീറോ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് മുമ്പ് ഇരട്ട ഗോപുരങ്ങളോട് കൂടിയ വേൾഡ് ട്രേഡ് സെന്റർ സമുച്ചയം നിലനിന്നിരുന്ന സ്ഥലമാണിത്. നമ്മൾ സെപ്റ്റംബർ 11 ആക്രമണം എന്ന് പറയുന്ന ആ ഭീകരാക്രമണത്തെ അമേരിക്കക്കാർ പൊതുവെ 9/11 അറ്റാക്ക് എന്നാണ് വിളിക്കുന്നത്. ആ ദിവസം ഹൈജാക്ക് ചെയ്ത വിമാനങ്ങൾ ഇടിച്ച് 2 ടവറുകളും നശിപ്പിക്കപ്പെടുകയും ദാരുണമായ ജീവഹാനിക്കും കാര്യമായ നാശത്തിനും കാരണമാവുകയും ചെയ്ത ഗ്രൗണ്ട് സീറോ എന്ന സ്ഥലം പിന്നീട് ആക്രമണങ്ങൾ നടന്ന സ്ഥലത്തിന്റെയും തുടർന്നുള്ള വീണ്ടെടുക്കൽ ശ്രമങ്ങളുടെയും ഒരു പര്യായമായി മാറി. അതിനുശേഷം ഈ സ്ഥലം സ്മരണയുടെ ഒരു സ്ഥലമായി രൂപാന്തരപ്പെട്ടു. 9/11 മെമ്മോറിയൽ, മ്യൂസിയം, പുതിയ വൺ വേൾഡ് ട്രേഡ് സെന്റർ തുടങ്ങിയവ ഉൾപ്പെടെ പുതിയ കെട്ടിടങ്ങളോടെ ഈ പ്രദേശം പുനർവികസിപ്പിച്ചെടുത്തു. തകർക്കപ്പെട്ട വേൾഡ് ട്രേഡ് സെന്റർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തുള്ള 9/11 മെമ്മോറിയലും മ്യൂസിയവും 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിലും 1993 ബോംബാക്രമണത്തിലും ഇരകളായവരെ ആദരിക്കുവാനായി നിർമ്മിച്ചവയാണ്. സ്മരണയുടെയും പ്രതിഫലനത്തിന്റെയും അടയാളമായ ഈ സ്ഥലം നഷ്ടപ്പെട്ട ജീവിതങ്ങളെയും അതിനോടുള്ള പ്രതിരോധത്തെയും അനുസ്മരിക്കുന്നു. ഈ മെമ്മോറിയലും മ്യൂസിയവും ഇന്ന് ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ന്യൂയോർക്ക് നഗരത്തിലെ ഒരു പ്രധാന സാംസ്കാരിക അടയാളമായി മാറിയിരിക്കുന്നു. ഈ പദ്ധതിയിൽ ഭൂഗർഭ സൗകര്യങ്ങൾ, മ്യൂസിയം, സബ്വേ കണക്ഷനുകൾ, റീറ്റെയിൽ ഇടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. 9/11 മെമ്മോറിയൽ ആൻഡ് മ്യൂസിയത്തിന്റെ നിർമ്മാണവും വികസനവും ആക്രമണത്തിന് ശേഷം 2006 ആരംഭിച്ചത്. 2011 സെപ്റ്റംബർ 11 10ാം വാർഷികത്തിൽ മെമ്മോറിയലും 2014 മ്യൂസിയവും തുറന്നു. മെമ്മോറിയലിന്റെ രൂപകൽപ്പനയ്ക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര മത്സരത്തിൽ വിജയിച്ച ആർക്കിടെക്ട് മൈക്കൽ അരാഡും ഡിസൈനർ പീറ്റർ വാക്കറുമാണ് മെമ്മോറിയലിന്റെ റിഫ്ലക്റ്റിംഗ് ആബ്സൻസ് എന്ന് വിളിക്കുന്ന രൂപകൽപ്പന നടത്തിയത്. തകർക്കപ്പെട്ട ഇരട്ട ഗോപുരങ്ങൾ നിന്നിരുന്ന സ്ഥലത്തുള്ള പ്രതിഫലിക്കുന്ന 2 കുളങ്ങളും മരിച്ചുപോയ ആളുകളുടെ പേരുകൾ ആലേഖനം ചെയ്തിട്ടുള്ള അവയുടെ ഭിത്തികളുമാണ് ഈ സ്മാരകത്തിന്റെ സവിശേഷത. ഒരിക്കൽ ഇരട്ട ഗോപുരങ്ങൾ നിന്നിരുന്ന സ്ഥലത്തുള്ള 14 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 9/11 സ്മാരകത്തിലുള്ള 2 വലിയ കുളങ്ങൾ മാത്രം 1 ഏക്കറിൽ കൂടുതൽ വലിപ്പമുള്ളവയാണ്. മരങ്ങൾ നിറഞ്ഞ ഒരു ഗ്രാനൈറ്റ് പ്ലാസയാൽ ചുറ്റപ്പെട്ട ഈ ശാന്തമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുളങ്ങളിലെ വെള്ളച്ചാട്ടങ്ങൾ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടങ്ങളാണെന്നാണ് പറയുന്നത്. സെപ്റ്റംബർ 11 ആക്രമണം, 1993 പരാജയപ്പെട്ട വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ നടന്ന ബോംബിംഗ് എന്നിവയിൽ ഇരകളായ 2977 ആളുകളുടെ പേരുകൾ ഈ കുളത്തിന്റെ അരികുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്.
മെമ്മോറിയലിന്റെ രൂപകൽപ്പനയുടെ കേന്ദ്ര തീം ആബ്സൻസ് അല്ലെങ്കിൽ അഭാവമാണ്. ഒരിക്കൽ ഇരട്ട ഗോപുരങ്ങൾ നിലനിന്നിരുന്ന, ഇപ്പോൾ വെള്ളം നിറഞ്ഞതും മരങ്ങളാൽ ചുറ്റപ്പെട്ടതുമായ സ്ഥലത്തുള്ള ശൂന്യതയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ചുറ്റുമുള്ള പ്ലാസയിൽ ശക്തി, സൗന്ദര്യം, പ്രതിരോധം എന്നിവയ്ക്ക് പേരുകേട്ട 400-ലധികം ചതുപ്പ് പ്രദേശത്ത് കണ്ടുവരുന്ന വെള്ള ഓക്ക് മരങ്ങളുണ്ട്. എന്നാൽ സർവൈവൽ ട്രീ എന്ന് വിളിക്കുന്ന ഒരു കാലറി പെയർ മരം ഇവിടെയുണ്ട്. ആക്രമണം നടന്ന് ആഴ്ചകൾക്ക് ശേഷം കരിഞ്ഞ ശിഖരങ്ങളോടുകൂടി കണ്ടെത്തിയ മരം പിന്നീട് അതിജീവിച്ചു. ഇന്ന് ഈ മരം പ്രതിരോധം, പ്രത്യാശ, വീണ്ടെടുക്കൽ എന്നിവയുടെ പ്രതീകമായി ഇവിടെ നിലകൊള്ളുന്നു. മെമ്മോറിയൽ പ്ലാസയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന 9/11 മ്യൂസിയം മൾട്ടിമീഡിയ പ്രദർശനങ്ങൾ, പുരാവസ്തുക്കൾ, വ്യക്തിഗത കഥകൾ എന്നിവയിലൂടെ സെപ്റ്റംബർ 11 സംഭവങ്ങൾ അവതരിപ്പിക്കുന്നു. സ്മാരകത്തിന്റെ പൂർത്തീകരണത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മ്യൂസിയം പ്രതിഫലനത്തിനും അറിവിനുമുള്ള ഒരിടമായി പ്രവർത്തിക്കുന്നു. അന്നത്തെ സംഭവങ്ങൾ, രക്ഷാപ്രവർത്തനം, വീണ്ടെടുക്കൽ ശ്രമങ്ങൾ, തുടർന്നുള്ള ആഗോള ആഘാതം എന്നിവ വിശദീകരിക്കുന്ന ദുരന്തത്തിന്റെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി ഗാലറികളായി ഇതിനെ തിരിച്ചിരിക്കുന്നു. അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 11 നിന്നുള്ള ഫ്യൂസേജിന്റെ ഒരു ഭാഗം, നശിപ്പിച്ച അഗ്നിശമന ട്രക്കുകൾ, ടിൻ ടവറിന്റെ സ്റ്റീൽ ബീമുകളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയ സുപ്രധാന പുരാവസ്തുക്കൾ ഉൾക്കൊള്ളുന്ന ഹിസ്റ്റോറിക്കൽ എക്സിബിഷനാണ് മ്യൂസിയത്തിന്റെ ഏറ്റവും ശക്തമായ സവിശേഷത. ഫൗണ്ടേഷൻ ഹാളിൽ നാശത്തിന്റെ കാഠിന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നോർത്ത് ടവറിന്റെ വളച്ചൊടിച്ച ഉരുക്ക് അവശിഷ്ടങ്ങൾ കാണാം. മറ്റു ശ്രദ്ധേയമായ പ്രദർശനങ്ങളിൽ ഫൈനൽ ഫോൺ കോളുകൾ ഗാലറിയും മരണമടഞ്ഞവരുടെ സ്വകാര്യ കഥകൾ പങ്കിടുന്ന മെമ്മോറിയൽ എക്സിബിഷനും ഉൾപ്പെടുന്നു. ആക്രമണങ്ങൾ നേരിട്ട് ബാധിച്ചവർക്കും ലോകമെമ്പാടുമുള്ള ആളുകൾക്കും സ്മരണയ്ക്കും വീണ്ടെടുപ്പിനുമായുള്ള ഒരു സ്ഥലമായി 9/11 മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം വർത്തിക്കുന്നു. മരണപ്പെട്ടവരെ ആദരിക്കുന്നതിനുള്ള ഒരു സ്ഥലം മാത്രമല്ല ഇത്, മറിച്ച് തീവ്രവാദത്തിന്റെ കഠിനമായ ആഘാതവും ഐക്യത്തിന്റെയും അനുകമ്പയുടെയും സമാധാനത്തിന്റെയും പ്രാധാന്യവും മനസ്സിലാക്കാനുള്ള സ്ഥലം കൂടിയാണിത്. ന്യൂയോർക്ക് നഗരത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ കേന്ദ്രമാണ് മാൻഹാട്ടൻ. ടൈംസ് സ്ക്വയർ, വാൾ സ്ട്രീറ്റ്, സെൻട്രൽ പാർക്ക് തുടങ്ങിയ പ്രധാന ലാൻഡ്മാർക്കുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന മാൻഹാട്ടനാണ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. അടുത്ത വീഡിയോയിൽ കാണാം മാൻഹാട്ടനിലെ കാഴ്ചകൾ.